പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹം നിർത്തെ എല്ലാ ദൈവമൊക്കെ അറിയിക്കുന്നു. ഈ പ്രഭാതസമയം ദൈവങ്ങൾ ഷെയർ ചെയ്യാൻ ദൈവൻ്റെ മനസ്സിലേക്ക് തന്ന വാക്യം യെശയ്യാവ് 55:8-9. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്യ പ്രഭാതത്തിൽ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഒരു വാക്യത്തിലൂടെ കർത്താവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംശയമായി കിടക്കുന്ന, അല്ലെ, പലപ്പോഴും നമ്മൾ ഭാരപ്പെടുന്ന ഒരു വിഷയത്തിന് അനുഗ്രഹിക്കപ്പെട്ടൊരു മറുപടിയാണ് കർത്താവ് ഈ ഒരു വാക്യത്തിലൂടെ നമ്മളോട് ഇടപെടുന്നത്. കാരണം നമ്മൾ മാനുഷ്യമായിട്ട് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പലവിധമായ ജോലി ഭാരത്തിലായാലും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും പലപ്പോഴും നമ്മൾ എയിം ചെയ്ത് പോകുന്നൊരു കാര്യമുണ്ടല്ലേ, എനിക്ക് ആ വഴി നല്ലതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ആ വീട് കിട്ടിയാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭാവി ജീവിതം ഒരുക്കി കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയമുണ്ടല്ലേ. പക്ഷേ കർത്താവ് ഈ ഒരു വചനത്തോടെ ശക്തമായിട്ട് ഇടപെടുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ വിചാരങ്ങളല്ല കർത്താവിൻ്റെ വിചാരങ്ങൾ എന്നാ, അല്ലേ. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും ശ്രേഷ്ഠമായതും അനുഗ്രഹവുമായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ പലപ്പോഴും അത് നമ്മളെ എപ്പം നമ്മളത് പലപ്പോഴും മനസ്സിലാക്കാറില്ല. നമ്മളത് മനസ്സിലാക്കും എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കാര്യം ലഭിക്കാതെ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ പുറകിൽ ഒരുപാട് കരയും, സങ്കടപ്പെടും, കർത്താവിനോട് പരാതിയും പറയും, എന്താ ദൈവമേ എനിക്കത് കിട്ടാഞ്ഞത്, എന്താ എനിക്കത് ലഭിക്കാഞ്ഞത്, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതല്ലയോ, ആഗ്രഹിച്ചല്ലയോ എന്ന് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പറയാറുണ്ടല്ലേ. പക്ഷേ അതിന് സമയം കഴിഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്ന നല്ലൊരു ഭാവി ജീവിതമാട്ടെ, ഒരു ജോലിയാട്ടെ, നല്ലൊരു മേഖല നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും സാക്ഷ്യമായി പറയാറുണ്ടല്ലേ, കർത്താവെ ഇത് അനുഭവിക്കാൻ, അല്ലെങ്കിൽ കൈ നീട്ടി പിടിക്കുവാൻ, അല്ലെങ്കിൽ ആ ഒരു കസരയിൽ ഇരിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരു യോഗ്യതയുമില്ല. പക്ഷേ കർത്താവെ എന്നെ കൊണ്ടിരുത്തിയല്ലോ, ഇതിനാണല്ലോ കർത്താവെ അന്ന് ഞാൻ ചോദിച്ച ചെറിയ കാര്യം എനിക്ക് ചെയ്തു തരാതിരുന്നത് എന്ന് പലപ്പോഴും നമ്മൾ സാക്ഷ്യം പറഞ്ഞതുകൊണ്ടല്ലോ, അല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വിചാരങ്ങൾ എപ്പോഴും തന്നെ മക്കൾക്ക് വേണ്ടി അങ്ങനെയുള്ളതാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കരുതുന്നത്. നമ്മളൊരു പക്ഷേ ചെറുതായിരിക്കും ആഗ്രഹിക്കുന്നത്, പക്ഷേ ദൈവസന്നിധി നേരോടെ വിശ്വസ്തത നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും വലുത് ചെയ്യാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അല്ലേ. കാരണം പലപ്പോഴും നിങ്ങളുടെ എല്ലാ ജീവിതത്തിലും കർത്താവ് ചെയ്തിരുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് അത്. അതുകൊണ്ട് തന്നെ ഈ വചനത്തോടെ വ്യക്തമായിട്ട് പറഞ്ഞത്, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വിചാരങ്ങളോ ഒന്നുമല്ല, കണക്കൂട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റേതെന്ന് കർത്താവ് വ്യക്തമായിട്ട് ഇടപെടുക, അല്ലേ. കാരണം അതുപോലെ തന്നെ പറയുന്നുണ്ട്, ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. കണ്ടോ, അതിൻ്റെ സിമ്പിളായിട്ട് കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുമല്ലേ, എനിക്ക് ആ ചെറുത് മതി, അത് ചെറിയ ജോലിയിൽ, അല്ലെങ്കിൽ ഒരു 4 അക്ക സംഖ്യയുള്ള ഒരു സാലറി കിട്ടുന്ന ഒരു ജോലി മതി, അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു ലൈഫ് എനിക്ക് മതി, അല്ലെങ്കിൽ ഞാൻ ഒരു നില വീട് ആഗ്രഹിക്കുന്നത്, അങ്ങനെ നമ്മൾ പലതും നമ്മുടേതായിട്ടുള്ള ബൗണ്ടറികൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഇടാറുണ്ടല്ലേ. പക്ഷേ കർത്താവിനെ നേരോടെ വിശ്വസ്തതയിൽ നിൽക്കുന്ന ദൈവസന്നിധിയിൽ നിൽക്കുന്ന കർത്താവ് തൻ്റെ മക്കൾക്ക് ഒരുക്കുന്നത് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നമ്മൾ പലരുടെ സാക്ഷ്യങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെ പലരുടെ ലൈഫിലേക്ക് നമ്മൾ എത്തി നോക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം, അല്ലേ. കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കർത്താവിനെ വിളിച്ചാൽ എങ്ങനെ ഇത് ലഭിച്ചു എന്നറിയത്തില്ല എന്ന രീതിയിൽ പോലും പലപ്പോഴും നമ്മൾ പറയുന്നതും പലരും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളല്ല, ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏതൊരു കാര്യമായാലും, നമ്മുടെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള നന്മകൾ ഏത് തരത്തിലുള്ളതായാലും പോലും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ മതി. കാരണം കർത്താവ് നമുക്ക് കുറഞ്ഞതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ സമമായിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളൊരു കുറ്റം പറയുന്ന അളവുക്ക് ഒരിക്കലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭൗതികമായിട്ട് നന്മയാട്ടെ ആത്മീയമായിട്ട് നന്മയാട്ടെ ഒരിക്കലും ദൈവം തരത്തില്ല. എപ്പോഴും ശ്രേഷ്ഠമായത് കർത്താവ് വചനത്തിൽ പലയിടത്തും നമ്മൾ നോക്കുമ്പോഴുണ്ട് കർത്താവ് തൻ്റെ മക്കളെ അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിലാണ് നടത്തുന്നതല്ലേ. അതുകൊണ്ട് ഈ ഒരു വചനത്തിൽ കൂടെ കർത്താവ് നമ്മൾ ശക്തമായിട്ട് ഇടപെടുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ വഴിവാതികൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. ഞാൻ വീണ്ടും പറയുന്നു, ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ചിലയിടത്ത് തോറ്റു പോകുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ എൻ്റെ കൂടെ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരെ നോക്കുകയാണെങ്കിൽ അവർ നല്ല ഹയർ ലെവലിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ എത്തിക്കാണും, ഒരുപക്ഷെ ഞാൻ അത്ര എത്തിക്കാണത്തില്ല. പക്ഷേ കർത്താവ് ലാസ്റ്റ് ഒരുക്കുന്നൊരു വഴി കണ്ടാൽ
അവർ പോലും പറയും, എങ്ങനെ നിനക്കത് ലഭിച്ചു, ഏത് രീതിയിൽ നീ ഇവിടെ എത്തിപ്പെട്ടു, ഞാൻ ട്രൈ ചെയ്തിട്ട് പോലും ഞങ്ങൾക്കത് ലഭിച്ചില്ലല്ലോ എന്ന് പോലും പലരും നമ്മളോട് ആശ്ചര്യപ്പെട്ട് മറുപടി പറയുന്ന അളവുക്ക് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിനെ തള്ളി പറയാതെ പിറുവിറുക്കാതെ ദൈവസന്നിധിയിൽ ഒന്ന് നേരോടെ വിശ്വസ്തയോടെ നിന്നു കൊടുത്താൽ മാത്രം മതി. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കും. ഈ വചനത്താൽ എല്ലാ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ ചുരുക്കുന്നു. ആമേൻ.